ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പഴനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചന്ദ്രവതിയിലോട്ട് മടങ്ങി വരുന്ന രേവതിയോട് രവി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ സച്ചി അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പം രേവതിക്ക് സത്യം പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എക്സാം എഴുതാൻ ശരത്തിന് പറ്റാഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഡ്രാമ കളിച്ചതെന്നൊക്കെ രവിയോട് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, സച്ചി ഇങ്ങനെ പല അബദ്ധങ്ങളും മുമ്പും കാണിച്ചിട്ടുണ്ട്, പക്ഷേ നീയോ എന്ത് കാര്യമുണ്ടെങ്കിലും നീ എന്നോടല്ലേ ആദ്യം പറയേണ്ടത്, അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എന്തിനാണ് നീ അവൻ പറയുന്നത് കേട്ട് ഇങ്ങനത്തെ കാര്യം ചെയ്തത്? അതും റോഡിൽ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാകുന്ന നിനക്ക് ആക്ട് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി, ഒക്കെ നാണക്കേടുള്ള കാര്യമില്ലേ? മറ്റവളെ പറഞ്ഞിട്ട് വേണം ഞങ്ങളിതൊക്കെ അറിയാനെന്ന് ചോദിക്കും. ഇതറിഞ്ഞ് ഞാൻ അശോകനെയും കൂട്ടി സ്റ്റേഷനിൽ പോയായിരുന്നു. ആ സമയത്ത് നിന്നെ അവിടെ കണ്ടില്ലെന്ന് പറയും. അത് ഞാൻ ആ സമയത്ത് വീട്ടിലോട്ട് വരികയായിരുന്നു എന്ന് പറയും. അപ്പം എന്തുവായിരുന്നു ഇതെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും ഇപ്പോൾ നീ കരുതുന്നതെന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കും. മഹിമ എന്നോട് ഇതെല്ലാം പറഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്തിനാ പക്ഷേ നിൻ്റെ അമ്മ ഇതൊക്കെ വന്ന് ഇവിടെ വന്ന് പറഞ്ഞെന്ന് ചോദിക്കും. അത് ഞാൻ അമ്മയോടൊരു ഹെൽപ്പ് വിളിച്ച് ചോദിച്ചതാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ആവും ഞാൻ കരുതില്ല ശ്രീകാന്തി എന്ന് പറയും. അപ്പം ശ്രീകാന്ത് പറയും, അച്ഛാ ഏട്ടത്തി ഒരു നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞില്ലേ, നമുക്ക് അത്യാവശ്യമായിട്ടൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാട് ചെയ്യാമെന്ന് പറയും. ഞാനും അത് ആലോചിച്ചതെന്ന് പറയും. ഉടനെ രവതി പറയും, അത് വേണ്ട ശ്രീകാന്തി, നാളെ രാവിലെ SP സാർ വന്നു കഴിഞ്ഞാൽ സച്ചേട്ടനെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് രവി എഴുന്നേറ്റ് നിന്നിട്ട് തിരിച്ചു പോകാൻ പോകും. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ ചോദിക്കും, മോള് വിഷമിക്കാൻ പറഞ്ഞതല്ല, ചെയ്ത തെറ്റാണെന്ന് മോള് മനസ്സിലാക്കണമെന്ന് പറയും. അവൻ ആഹാരം വല്ലതും കഴിച്ചെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷവും, എടാ സുധി, നിൻ്റെ അച്ഛൻ ആദ്യമായിട്ടാണല്ലോ ഇത്രയും ദേഷ്യപ്പെടുന്നത്, ആ അച്ഛൻ്റെ ദേഹത്ത് എന്തോ പ്രേതം കയറിയാണ് കമ്മ എനിക്ക് തോന്നിയെന്ന് പറയും. എന്തുവായിരുന്നു മൂത്ത മരുമോൾ ദേവതയാന്ന് വാഴ്ത്തിപ്പാടിക്കൂടെ നടന്നില്ലേ, കേട്ടില്ലേടി പറഞ്ഞിട്ട് പോയെന്നൊക്കെ പറയും. മതി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ പറയും. ഉടനെ രേവതി പറയും, എന്തൊക്കെയായിരുന്നു, മേളിൽ റൂം കെട്ടണം, 2 കാർ എടുക്കണം, നിൻ്റെയൊക്കെ വിധി അവസാനം ജയിലിൽ കിടക്കാനാന്ന് പറയും. അതിപ്പോഴത്തേക്ക് രേവതി അങ്ങ് തിരിച്ചു പോകും. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ രേവതി സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവും ശരത്തും അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ കണ്ടതും രേവതി ചോദിക്കും, നിങ്ങൾ നേരത്തെ വന്നോ എന്ന് ചോദിക്കും. അത് ചേച്ചി, ദേവ് പറയുന്നു, ചേച്ചി ഇവൻ ഇന്നലെ രാത്രി ഒരു പൊടി ഉറങ്ങിയിട്ടില്ല, ഭയങ്കര കരച്ചിലായിരുന്നു, ഇവൻ കാരണമല്ലേ സച്ചേട്ടൻ ജയിലിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതും സാരമില്ല മോനെ, നിനക്ക് എക്സാം എഴുതാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തായാലും നിനക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കത് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയും. ഉടനെ കോൺസ്റ്റബിൾ ചോദിക്കും, SP മേഡം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. കയറി വരാൻ പറയും. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ, ഞാൻ സച്ചിയുടെ വൈഫാന്ന് പറയും. മനസ്സിലായി, ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ലേ, ഡ്രാമ കളിച്ചതെന്നൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയും. നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് മേഡം, എൻ്റെ അനിയന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയും. ചെയ്തത് തെറ്റാണെന്നറിയാം, പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്, പക്ഷേ ഇങ്ങനൊന്നും ആവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. കള്ളു കുടിച്ചാണ് ആക്ട് ചെയ്യുക, എന്നിട്ട് റോഡിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് ചിന്തിച്ചുകൂടായെന്നൊക്കെ ചോദിക്കും. ഇവരാരും ഒന്നും മിണ്ടത്തില്ല. പിന്നെ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട് മാത്രം ഞാനിത് കേസാകുന്നില്ല, സച്ചിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ സച്ചി വരുന്നുണ്ട്. ആ സമയത്ത് പറയും, ഇപ്പം ഞാനിതിനെ വെറുതെ വിടുക, ഇനി മേലെ ഇങ്ങൊന്നും ആവർത്തിക്കരുതെന്ന് പറയും. അതുപോലെ തന്നെ ശരത്തിൻ്റെ അടുത്തും പറയും, കറക്റ്റായിട്ട് കോളേജിൽ പോവുകയും പഠിക്കുകയൊക്കെ വേണം, അല്ലാതെ കോളേജിൽ പോകാതെ കറങ്ങി നടന്നു കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ഇതുപോലെ ഡ്രാമ കളിക്കേണ്ടി വരുമെന്ന് പറയും. അങ്ങനെ രണ്ടുപേരെയും പറഞ്ഞൊന്ന് വാൺ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്ന ശരത്ത് സച്ചിയെ കെട്ടിപ്പിടിച്ച കരയാണ്. സച്ചിയേട്ടാ, ഞാൻ കാരണം ഒരു സച്ചിയേട്ടന് ജയിലിൽ കയറേണ്ടി വന്നത്, ഞാൻ സച്ചിയേട്ടനോട് മോശമായിട്ടും ദേഷ്യപ്പെട്ട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ടാന്ന് പറയും. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരത്തിനോട് ശരത്തൻ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അത് കാണുന്ന രേവതിക്ക് അങ്ങ് വിഷമം വരും. ശരത്ത് പറയും, അതൊന്നും സാരമില്ലടാ, നീ അറിവില്ലായ്മ കൊണ്ട് ചെയ്തേയില്ലേ, ഇനി ഒരു തെറ്റും ആവർത്തിക്കരുത്, നീ പഠിച്ച് നല്ലൊരു ജോലി നേടണം, അതാണ് നിൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയും. ഇല്ല സച്ചിയേട്ടാ, ഇനി ഞാനൊരു മോശം കൂട്ടുകെട്ടിനും പോകത്തില്ല, ഞാൻ പഠിച്ച് നല്ലൊരു ജോലി നേടുമെന്നൊക്കെ പറയും. മതി കരഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നീ ദൈവമായിട്ട് പോ, അവളെ ജോലി സ്ഥലത്താക്ക്, നീയും കോളേജിൽ പോകാൻ സമയമായാലേ പോകാൻ പറയും. അങ്ങനെ സച്ചിയും രേവതിയും കൂടി തിരിച്ച് ചന്ദ്രവതിയിലോട്ട് ഓട്ടോ പിടിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ചെടിക്കൊക്കെ നിന്ന് വെള്ളം ഒഴിക്കുകയാണ്. ഇവരെ കണ്ടതും, നീ എവിടെ പോയിരുന്നു അതിരാവിലെ എന്ന് പറയും. അത് ഞാൻ സച്ചിയേട്ടനെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണ്, ഇവനെന്തോ സ്കൂളിൽ പഠിക്കുമായിരുന്നു, ഇവനെ കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് പറയും. അപ്പോഴത്തേക്ക്, അമ്മ എനിക്ക് ചായ കിട്ടിയില്ലെന്ന് പറഞ്ഞോട് സുധി അങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ നമ്മൾ സച്ചി ചോദിക്കും, നിനക്ക് ചായ ഇട്ട് തരാൻ ഇവളാരാ, നിൻ്റെ വേലക്കാരിയോ, നിൻ്റെ ഭാര്യയെടുത്ത് പറയടാ നിനക്ക് ചായ ഇട്ട് തരാൻ എന്ന് പറയും. ഉടനെ രവി അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിയത്, അച്ഛാ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. പക്ഷേ രവി ഒന്നിനും മോൻ കൊടുക്കത്തില്ല. അപ്പോഴത്തേക്ക് പറയും, നീ ഇനി അച്ഛൻ്റെ കാല് പിടിച്ചിട്ട് കാര്യമെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, നീ വാ മോനെ, നിനക്ക് ഞാൻ ചായ ഇട്ട് തരാമെന്ന് പറയും. ആർക്ക് വേണം ഇവളുടെയൊക്കെ ചായ, എനിക്ക് എൻ്റെ അമ്മ മസാല ചായ ഇട്ട് തരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ശ്രുതി അങ്ങ് അകത്തോട്ട് കയറിപ്പോവും, ശ്രുതിയെ വിളിച്ചുകൊണ്ട്. ഉടനെ
രവി അതിൻ്റെ അത് രവി അകത്തേക്ക് പോകുമല്ലോ. ഉടനെ സച്ചി അവിടെ നിന്നുകൊണ്ട് അച്ഛാന്ന് പിന്നെയും വിളിക്കുമ്പോൾ രവി തിരിഞ്ഞു നോക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ശരത്തിന് വേണ്ടിയാണ് സച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് തെറ്റാണെന്ന് അറിയാമെങ്കിലും അപ്പോൾ അതിന് സത്യം മനസ്സിലാക്കുന്ന രവി സച്ചിക്ക് മാപ്പ് കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ നാളെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വലിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.